വെള്ളാപ്പള്ളിക്ക് അരിശം കയറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സ്ഥാനാർത്ഥി നിർണയമാകും തോറും അരിശം 10 മടങ്ങ് വർദ്ധിക്കും. അതിനു മുമ്പേ തന്നെ അദ്ദേഹം വെടിപൊട്ടിക്കുകയും ചെയ്തു. മലപ്പുറത്തിനും മുസ്ലിം ലീഗിനും ആർക്കും കൊടുക്കാത്ത പ്രാധാന്യവും തലയിലേറ്റിക്കൊണ്ട് നടക്കലും ഒക്കെയാണ്. അതാണ് വെള്ളാപ്പള്ളിയെ ഏറ്റവും കൂടുതൽ അമർഷമുള്ള ആളാക്കി മാറ്റിയത്. ഭരണസിരാ കേന്ദ്രത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ നേരെ ആദ്യം മലപ്പുറത്ത് ചോദിക്കും, ഇന്ന തീരുമാനം എടുക്കട്ടോ എന്ന്. ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഏത് ഭരണം വന്നാലും എന്ന് വെള്ളാപ്പള്ളി പറയുന്നുണ്ടെങ്കിലും അത് UDF-നാണ് കൂടുതൽ കുത്തിക്കൊടുത്തുകൊണ്ട് പറയുന്നത്. UDF ആണ് മുസ്ലിം ലീഗിനെ ഒരുപാട് വളർത്തിയിട്ടുള്ളതെന്നും കൃത്യമായി എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5-ാം മന്ത്രിയും ഒക്കെ വന്നു. വെള്ളാപ്പള്ളിക്ക് അറിയാം, ഇനിയിപ്പോൾ 2026 അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കുതന്ത്രങ്ങളുമാണ് ഈ പ്രസ്താവനകൾ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നതിൻ്റെ പിന്നിൽ. അഥവാ വരികയാണെന്നുണ്ടെങ്കിൽ 2011-നേക്കാളും സ്ഥിതി കൂടുതൽ മോശമാക്കിക്കൊണ്ട് മുസ്ലിം ലീഗ് കൂടുതൽ മന്ത്രി പദവിയും ഒക്കെ ആവശ്യപ്പെടും. മന്ത്രി പദവി ഇല്ലെങ്കിലും മറ്റ് പല നേട്ടങ്ങളും അവരാ അധികാര കസേരയിൽ ഇരുന്നുകൊണ്ട് കൊയ്യും എന്നറിയാം. പ്രത്യേകിച്ച് ഉപമുഖ്യമന്ത്രി സ്ഥാനം വരുന്നുണ്ട്. അത് കുഞ്ഞാലിക്കുട്ടിക്ക് തന്നെ ആയിരിക്കും. അത് മാറ്റമില്ലാത്ത കാര്യവുമാണ്. പക്ഷേ കോൺഗ്രസിനെ കയറി ഭരിക്കുന്ന തരത്തിലായിരിക്കും ലീഗ് പ്രവർത്തിക്കാൻ പോകുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ തന്നെ ലീഗിൻ്റെ പല സീറ്റുകളും കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുണ്ട്. ലീഗ് പലതരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യുകയാണ്. ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണിക്ക് വളരെ സേഫായിട്ടുള്ളൊരു മണ്ഡലം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ സുരക്ഷിതമായിട്ടുള്ള ഇടം കൊടുത്ത് മുന്നണിയിൽ കൊണ്ടുവരിക, മുന്നണിയെ ബലപ്പെടുത്തുക, വിജയത്തിലേക്ക് പോവുക, 2026 ഭരണം പിടിക്കുക, ഇതാണ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ അതിശക്തമായിട്ട് രംഗത്ത് വരുന്നത്. ലീഗ് ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തുകൊണ്ട് വരുന്നതിൻ്റെ കാരണം 26 അധികാരത്തിൽ വരുന്ന സമയത്ത് കൂടുതൽ ആനുകൂല്യങ്ങൾ ഇവർ നേടും. അത് മുതലെടുത്തുകൊണ്ട് കോൺഗ്രസ് അതിനുവേണ്ടി മുട്ടുവളച്ചു കൊടുക്കും. തോളിൽ കയറിയിരുന്ന് ചെവി കടിച്ചു പറിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും. ഈഴവ പ്രാതിനിധ്യം കുറയും. UDF-ൽ തൃപ്പൂണിത്തുറയിൽ കെ ബാബു ആയിരുന്നു. ആ സീറ്റ് അവിടെ ഇപ്പോൾ കോൺഗ്രസ് തന്നെ മത്സരിക്കും. പക്ഷേ അത് ഒരു രമേശ് പിഷാരടി എന്ന് പറയുന്ന കലാകാരന് വേണ്ടി കൊടുക്കും എന്നാണ് പറയുന്നത്. കോൺഗ്രസ് അനുഭാവിയാണ്, അറിയപ്പെടുന്ന ആൾ തന്നെയാണ്, വിജയസാധ്യതയുണ്ട്. പക്ഷേ ഒരു ഈഴവ പ്രാതിനിധ്യം ഇല്ലാതാകുകയാണ്. എന്തിന് KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്ന കെ സുധാകരനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലേ? അനാരോഗ്യ പ്രശ്നത്തിൻ്റെ പേരിൽ. പിന്നീട് കൊണ്ടുവന്നത് ക്രൈസ്തവ സഭയിൽ ഉള്ള ഒരാളെയാണ്, സണ്ണി ജോസഫിനെ. അടൂർ പ്രകാശ് MP ആണ്. അടൂർ പ്രകാശിനെ തിരിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അതിനെ ചിലർ തടയിടുകയും ചെയ്യും. അദ്ദേഹം UDF കൺവീനറായി. യഥാർത്ഥത്തിൽ കോന്നി മണ്ഡലം തിരിച്ചു പിടിക്കണമെന്ന് ഉണ്ട്. പക്ഷേ അത് അടൂർ പ്രകാശ് തന്നെ വന്നെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഈ മുതിർന്ന ചില നേതാക്കന്മാര് ഹൈക്കമാൻഡ് തന്നെയാണ് കേന്ദ്രത്തിലോട്ട് വിട്ടൊതുക്കുന്നത്. അതായത് MP സ്ഥാനം കൊടുത്ത് വിട്ടിരിക്കുന്നത്. അവർക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഇനി ഒന്നും നടക്കാനില്ല, അവിടെ ഒരു മണ്ണാങ്കട്ടയും നടക്കത്തില്ല. രാഹുൽ ഗാന്ധി ഇങ്ങനെ തെക്ക് വടക്ക് വോട്ട് കൊള്ള അത് ഇത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും. അല്ലാതെ രാഹുൽ ഗാന്ധി അവിടെ ഒരു ഉണ്ണാക്കും ചെയ്യാൻ പോകുന്നില്ല എന്ന് കൃത്യമായി ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ പോയ MP-മാർക്കൊക്കെ അവിടുത്തെ ജീവിതം മടുത്തു. കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അവരുടെ പാർലമെന്റ് മണ്ഡലത്തിലെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് സുരക്ഷിതമായ രീതിയിൽ വിജയിച്ച് നിയമസഭയിലെത്തുക, മുതിർന്ന നേതാക്കന്മാരായതുകൊണ്ട് മന്ത്രി പദവി വരെയും കിട്ടാം. പക്ഷെ അതിനെയാണ് ഹൈക്കമാൻഡ്
തടയുന്നത്. അപ്പോൾ പലതരത്തിൽ ഈഴവ പ്രാതിനിധ്യം കുറയുന്നതിന് വെള്ളാപ്പള്ളി നടേശൻ ചോദ്യം ചെയ്യുന്നു. പ്രത്യേകിച്ച് നോക്കിക്കോ, 2026 UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ ലീഗിന്റെ ആധിപത്യം ഉണ്ടാകും. ലീഗിന്റെ ഭരണത്തെ വെള്ളാപ്പള്ളിയും മറ്റ് സാമുദായിക സംഘടനകളും ഒക്കെ തന്നെ അതിശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യും. NSSനും SNDP ഇക്കാര്യത്തിൽ ഒരു പ്രതിഷേധവുമായിട്ട് തന്നെ രംഗത്ത് വരും. അതുകൊണ്ട് എന്ത് പറ്റുന്നു? ക്രൈസ്തവ വോട്ടുകൾ ഇവരിൽ നിന്ന് അകലും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. കാരണം ലീഗിനോടുള്ള അമിത പ്രീണനം അവർക്ക് അമിത അധികാരം നൽകുന്നു, അമിതമായ തരത്തിൽ ആനുകൂല്യങ്ങളിലേക്കും പോകുന്നു എന്നുള്ളതാണ്. സീറ്റ് വിഭജനം നടക്കുമ്പോൾ തന്നെ, സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകുമ്പോൾ തന്നെ വെള്ളാപ്പള്ളി അസ്വസ്ഥനായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത്, ഇപ്പൊ മലപ്പുറത്തേക്ക് നോക്ക്, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ SNDPക്കാർക്ക് ഒന്നും തന്നെ ഇല്ല, അവിടെ ഉള്ളവർക്ക് ജീവിക്കണ്ടേ എന്നുള്ള തരത്തിലാണ് വെള്ളാപ്പള്ളി ചോദിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ക്രൈസ്തവർക്കും മുസ്ലിം വിഭാഗത്തിനും ഒക്കെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. SNDP, NSS എന്നീ ഹൈന്ദവ സംഘടനകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. SNDP, NSS നേരാമണ്ണം നോക്കി നടക്കാത്തത് ആരുടെ കുഴപ്പം? അത് കണ്ടു കഴിഞ്ഞാൽ പള്ളിക്കൂടമാണോ കലാലയമാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത സ്ഥിതിയിലാണ് കേരളത്തിലെമ്പാടുമുള്ള ഈ രണ്ട് സമുദായങ്ങളുടെയും സ്ഥാപനങ്ങളൊക്കെ തന്നെ. മറിച്ച് ക്രൈസ്തവരുടെ സ്ഥാപനങ്ങൾ നോക്കൂ, അതൊക്കെ അതിൻ്റെതായ രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം അത്തരത്തിൽ. ഈ ഹൈന്ദവ സംഘടനകൾ NSS, SNDP എന്താണ്, ചാക്കിനകത്ത് കെട്ടുകണക്കിന് വാങ്ങിച്ചു വെക്കുക മാത്രമല്ലേ ഉള്ളൂ. ആ കലാലയങ്ങളുടെയോ പള്ളിക്കൂടങ്ങളുടെയോ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റെനൻസിന് വേണ്ടിയോ ഒന്നും തന്നെ ചെലവഴിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഈ ആധിപത്യത്തെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. എന്തായാലും ലീഗ് നിർണായക ശക്തിയായി കേരളത്തിൽ മാറും. അതുപോലെ തന്നെ മറ്റ് മുസ്ലിം സംഘടനകളും ഒക്കെ തന്നെ ഒരു കുടക്കീഴിലേക്ക് വരികയും കൂടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും വെൽഫെയർ പാർട്ടിയും ഒക്കെ UDFന് പിന്തുണയാണ്. നിലമ്പൂരിൽ കണ്ടതും അതുതന്നെയായിരുന്നു. അപ്പോൾ ഇവർ സംഘടിതമായിട്ട് വരുമ്പോൾ 2026 ചില സംഘടിതമായിട്ട് തന്നെ ചില നീക്കങ്ങൾ നടത്തി അവരുടെ ആവശ്യങ്ങൾ നേടുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറും. അത് കേരളത്തിന് വലിയ അപകടം സൃഷ്ടിക്കുമെന്നാണ് വെള്ളാപ്പള്ളി മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പറച്ചിൽ ഒരുപക്ഷെ യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം ചിലർക്കൊക്കെ തിരിച്ചറിയാനും കഴിയുന്നുണ്ട്. അതുകൊണ്ട് UDFന്റെ സ്ഥാനാർത്ഥി നിർണയം എന്നൊക്കെ പറയുന്നത് വളരെ എല്ലാ സമുദായ സംഘടനകൾക്കും തുല്യപ്രാധാന്യം കൊടുത്തുകൊണ്ടായാൽ അവർക്ക് അർഹമായ പരിഗണന ജനങ്ങളുടെ ഇടയിൽ നിന്ന് ലഭിക്കുകയും 26 അധികാരത്തിൽ വരാനും കഴിയും.